ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നാണെങ്കിൽ തൂട്ടുപോയി വലയിട്ട് നമ്മള് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഞണ്ടൂട്ടൻ. അപ്പൊ ആളെ നമ്മൾ അക്വേറിയത്തിൽ ഇടാൻ പോവാണ്, അഴിച്ചോണ്ടിരിക്കുക. ഇതേ പ്ലാവിൽ കെട്ടി വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ടോ എത്ര മണിയായി ഇപ്പൊ സമയം പറഞ്ഞു? എത്ര മണി അവിടെ കയറണ്ടേ? 1 മണിക്ക് കറക്റ്റ് ഇത്ര അടുത്താണ്. നമ്മൾ 1 മണിക്ക് ഒന്നിന് 55 എത്തിയാ പോരെ? 55 എത്തിയാ പോരെ? 2 മിനിറ്റ് കൂടി ഞാൻ ഫോണിൽ കാണുക കേട്ടോ. തുടോ ഞാൻ ഫോണിൽ ഒരു ഹായ് കൊടുത്താ നിന്റെ ചാനലല്ലേ? ഹായ് എന്ന് പറ. ഫോണിൽ കാണുക കേട്ടോ ഒരു വീഡിയോ. ഞണ്ട് എടുത്തു, അത് അക്യോർത്തിലിടാൻ പോരാ. അക്യോർത്തിലിട്ടിട്ട് അക്യോർത്തിലോട്ട് ഇട്ടിട്ട് ഒരു ഞണ്ട് ആ കൊച്ചിന്റെ കൈ മുറിച്ചെടുത്തു. എന്നിട്ട് അതിപ്പൊ മാറിക്കോളൂ എന്ന് പറഞ്ഞു അതിന്റെ അച്ഛൻ. ഞാൻ കൈയല്ലാണോ വിരലല്ലേ മുറിച്ചെടുത്ത്? വിരലല്ലേ കട്ടായി പോയത്? അല്ല കൈ അല്ല ഈ ചേച്ചിയുടെ അടുത്ത് കുറഞ്ഞല്ല. ആ ചേച്ചിക്ക് വില അറിയാലോ. കുറഞ്ഞ വില ഉള്ളപ്പോ ഞാൻ അനുചേച്ചി പറഞ്ഞു അവിടെ ഉണ്ടെന്ന്. കുഞ്ഞു കല്ലല്ലേ ഈ ചേച്ചിനെ വിളിച്ചു ചോദിച്ചാൽ. ആ ചേച്ചി സ്വർണ്ണക്കടയാണോ? ബാങ്കിൽ തുറന്നുണ്ടോ? അപ്പൊ അതെങ്ങനെയാ എടുത്തിട്ട് തന്നെ? അപ്പൊ പിന്നെ ഇട്ടവരിലാണ് പിന്നെ കണ്ടൂട്ടൻ ഇപ്പൊ കാണാം എന്ന് വിചാരിക്കുന്നു. എത്ര രൂപ ആവും അറിയാനാ? കുഞ്ഞു കല്ലാണ്. അങ്ങനത്തെ ഒരു ദിവസം പോയില്ല. ഞാൻ സമയം എന്തായി വല എടുത്തോണ്ട് നമുക്ക് ഞണ്ടിലേക്കുള്ള ബക്കറ്റ് അവിടെ ഇരിപ്പുണ്ട്. എടാ കടിക്കൂടാ, കേറി വരുവോ? അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മുടെ ഞണ്ടൂട്ടൻ ഏകദേശം നമ്മുടെ കയ്യിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഞണ്ടൂട്ടനെ കാണാം. റോട്ടിൽ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ മതി. അങ്ങോട്ട് കയറ്റി നിർത്തുകയൊന്നും ചെയ്യാൻ അങ്ങനെ കേരളം പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരും കേറാറില്ല. ആരും കേട്ടാ പറഞ്ഞേ ഞങ്ങള് വല കണ്ടിച്ചോട്ടെ. വീഡിയോ നിർത്തി വെക്കടാ. എടാ ഞണ്ടിനെ വീഡിയോയിൽ കാണിക്കണ്ടേ? നമുക്ക് ഇത് വേറൊരു പാർട്ടാക്കി ഇടാം. എന്നാ നമുക്ക് ഈ ഒരു ടൈം കൊണ്ട് ഹോം ടൂർ ചെയ്താലോ? ഞാൻ ചെയ്യാൻ പോവാം ഗൈസ്. ഇതാണ് നമ്മുടെ ഞണ്ടൂട്ടൻ, കണ്ടില്ലേ? ഒരുപാട് എടാ ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അവരുടെ ഹോം ടൂർ ചെയ്യുന്നുണ്ട്, നമ്മൾ മാത്രമേ ചെയ്യാത്തുള്ളൂ. എന്നാ ബാ ഗൈസ്. അപ്പോൾ നമ്മൾ ഞണ്ടൂട്ടനെ ഇടാൻ പോകുന്നത് ഈ ടാങ്കിലാണ്. അപ്പോൾ ചെരുപ്പങ്ങ് ഊരിപ്പോയി. ഇതാണ്ട് ഈ ചെരുപ്പ് ഇങ്ങനെ കഥ കയറി ലോക്കായിട്ട് അങ്ങ് ഊരി ബാക്കിലോട്ട് വീണു. ഓക്കേ വേണ്ട വേണ്ട വേണ്ട. അപ്പം നമുക്ക് ഹോം ടൂർ തുടങ്ങാം. അപ്പം ഞങ്ങളുടെ വീട് ഇതാണ്, കൊക്കർണിക്കൽ ഹൗസ്. അപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ ആദ്യം തന്നെ കയറി വരുമ്പോൾ കാണുന്ന ചട്ടികളാണ്. മൊത്തം ചട്ടി വിൽക്കാൻ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ടാങ്ക്, കിണർ. പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്നിട്ട് ഇവിടെ ഒരു കുളമുണ്ട്. അത് നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് ചവിട്ടിയൊക്കെ പോവാം, റോട്ടിൽ പോവാതെ. അപ്പോൾ ഇവിടെ മൊത്തം കൃഷിയാണ്. ഞങ്ങളുടെ കൃഷി ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തുണ്ട്. അപ്പോൾ ഇവിടെ
കൃഷി. പിന്നെ എൻ്റെ അനിയൻ തന്നെ എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ഡോറ്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മിറാക്കിൾ ഫ്രൂട്ട് പറിക്കാനാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഒക്കെ പറ്റുന്നായിരുന്നു. ഇതിപ്പോൾ ഓക്കെ ഇത് ഇല്ല കൂടെ, അതായത് ഇത് ഡോറാണ്, ജസ്റ്റ് ഇല്ല കൂടെ അങ്ങ് കയറാം. ഡോറിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എത്തി. ഇതാണ് ഡോർ. ഡോറിൻ്റെ ഇപ്പുറത്ത് നമ്മൾ എത്തി. ഇനി നമുക്ക് സുഖമായിട്ട് മിറാക്കിൾ ഫ്രൂട്ട് പറിക്കാം. പക്ഷേ ഇത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സീസൺ അല്ല. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ സീസൺ ഓണം ടൈമാണ്. ഇവിടെ വിറക് കൂട്ട് വെച്ചേക്കുവാണ്. നമുക്ക് എടുത്താലോ രണ്ടിനെ? വേണ്ട വേണ്ട എടാ, ഇവൻ പണി എടാ തൂട്ട് പോയൊക്കെ പറയും. രണ്ടെണ്ണ ദേ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഞണ്ടീനെ കെട്ടിയിട്ടിട്ടുണ്ട്. അവൻ എടുക്കാൻ നോക്കുകയാണ്. ടൂട്ടു ഇത്രയും ടൂട്ടുവിൻ്റെ വണ്ടിയാണോ ആ വന്നത്? എൻ്റെ അമ്മ ഗൈസ്, കണ്ട അനങ്ങുന്നുണ്ട്. എടാ നീ വിട്ട അത് തന്നെ അനങ്ങുന്ന കാണിക്കട്ടെ. ഗൈസ് കണ്ട നമ്മുടെ ഞാൻ അച്ചോടാ പാവം. എടാ എനിക്ക് തോന്നുന്നത് ഈ രണ്ടിന് ചിലപ്പോൾ 2 വയസ്സേ ഉണ്ടാവത്തുള്ളൂ. 2 വയസ്സ്. 3 വയസ്സുണ്ടോ? 3 വയസ്സുണ്ടോ? 3 വയസ്സുള്ള വേണ്ട, ഇല്ല, ചത്തില്ല. ഇല്ല, ഇന്നാള് ചത്തുപോയില്ലല്ലോ. ഗൈസ് ഹോം ടൂർ ജസ്റ്റ് ഒന്ന് ചെയ്തു വന്നപ്പോ നമ്മുടെ നായകനെത്തി. ബക്കറ്റ് പിടിക്ക്. ജസ്റ്റ് ഹോം ടൂർ ഒന്ന് ചെയ്തു വന്നപ്പോ നമ്മുടെ നായകൻ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് ഞണ്ട് കറിയല്ല വേണ്ടത്, ഞങ്ങൾക്ക് ആദ്യം ഞണ്ട് വളർത്താനാണ്. എടാ ബക്കറ്റും കൊണ്ട് അങ്ങോട്ട് പോടാ. എടാ വെള്ളം വേണ്ട, ഞണ്ട് വെള്ളം ഇല്ലാതെ സർവൈവ് ചെയ്യും. അവിടെ രണ്ടൂട്ടം പുറത്തോട്ട് വരാൻ പോവാ. ടൂട്ടു എന്നെ ബക്കറ്റിലോട്ട് ഇട്ടോ. പക്ഷെ കടിച്ചേക്കല്ല, അത് കേറി. ഇത് പിടിക്കുന്ന കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ 2 കൈയ്യ് ഈ സാധനം 2 ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഒരു വള്ളി കെട്ടി നമ്മൾ കൊണ്ടുപോകും അല്ലേ? ആ, പക്ഷെ നമുക്ക് ഇപ്പം അത് ആവശ്യമില്ല, ബക്കറ്റ് ഉള്ളത് കൊണ്ടേ. ബക്കറ്റ് കടിച്ചു കീറുമോന്നറിയില്ല. ഇല്ല, ബക്കറ്റ് കടിച്ചു കീറണമെങ്കിൽ ഈ അറ്റം വെല്ലം വെക്കണം, അല്ലാതെ ഇങ്ങനെ തന്നെ കടിച്ചു കീറാൻ പറ്റില്ല. അകത്താണ് അതിൻ്റെ ഇതുള്ളത്, മൂർച്ചയുള്ള അവസാനം ഉള്ളത്. അല്ലാതെ പുറത്ത് വെച്ച് അതിന് കടിച്ചു കീറാൻ പറ്റില്ല. ഇത് മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയാൻ പറ്റിയിട്ടില്ല. പറ്റും, അതിന്റെ അടി നോക്കിയാൽ മതി, മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയാൻ പറ്റും. അവിടെ ഒരു പെണ്ണണ്ടാണോ അടി വീർത്തിരിക്കുന്നു, മുട്ടയായിരിക്കും. അപ്പൊ മുട്ട ഇട്ടാ നമുക്ക് പൊളിയല്ലേ, ഞണ്ടിനെ അങ്ങ് വിൽക്കാം. ജീവനോടെ വിറ്റാല് മുട്ടയിട്ട കൊറേ ഞണ്ട് കിട്ടും. അങ്ങനെ ഞണ്ട് പെരുകിയിട്ട് ഓരോന്നായിട്ട് വിൽക്കാം. ഓക്കെ, പെരുകിയിട്ട്. പക്ഷെ എടാ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അതിൽ 3 ഞണ്ടിനെ നമുക്ക് ഈ സൈസ് ആയാലും വലിയ സൈസ് ആയാലും 3 ഞണ്ടിനെ നമുക്ക് ആ അക്വേറിയത്തിൽ വല കണ്ടിക്ക്. വേറെ വലയില്ല തുണ്ടു, പ്ലീസ് തുണ്ടു, പ്ലീസ്. ഞാനെങ്കിലും എടുക്കാം. ഇവൻ കൈ മുറിച്ച് വെക്കൂന്നേ, എനിക്കും എടുക്കാൻ പേടിയാണ്. എന്റെ കൈ കണ്ടിച്ചു പോയാലും കുഴപ്പമില്ല, എനിക്ക് രണ്ടിനോടാ. അവിടെ കണ്ടിച്ചു പോയാൽ പിന്നെ ഞണ്ടിനെ പിടിക്കുന്ന എങ്ങനെയാടാ വേണ്ട.
ഈ ഞണ്ട് വെള്ളം ഇല്ലാതെ ഇങ്ങനെ സർവൈവ് ചെയ്യൂലോ, അപ്പൊ ചാവത്തില്ല. എത്ര നേരം എടുത്താലോ. എടാ ഞണ്ടാണെങ്കി ഇങ്ങനെ എനിക്ക് വേറെ പണിയില്ലേ? എനിക്ക് വേറെ നോക്കിയിട്ട് ടൂട്ടു പ്ലീസ് ടൂട്ടു ടൂട്ടു, പണി please, ഒക്കെ മാറ്റി വെക്ക്. പണി മാറ്റി വെക്കണ എങ്ങനെയാ? വേണമെങ്കിൽ അതിന്റെ പകരമായിട്ട് ഞങ്ങൾ ഒരു കുപ്പി എടുത്തു തരാം. എന്ത് കുപ്പി എടുക്കണേ? പീറുപ്പി. ഏത് വീടെടുക്കും? ഏ 2 വീടെടുക്കും. എടാ വേണ്ട, നമ്മള് കടയിൽ നിന്ന് എടുക്കുന്ന ആരും പറഞ്ഞ നമ്മളെ കൊണ്ട് വരാൻ പറ്റില്ല. ഞാൻ ടൂട്ടുവിന്റെ ഒരു ബീറ് പൊക്കി അതങ്ങ് കൊടുക്കാം. ഒരു ബീറ് ഞാൻ പൊക്കി ഏത് വീടാ? അതങ്ങ് കൊടുക്കാം. അവിടെയും വെച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടു. ടൂട്ടുവിനൊക്കെ പണിയാണെങ്കിൽ നാളെ ആയാലും ചെയ്യാലോ. വള്ളത്തിൽ വളർത്താൻ പറ്റിയ കുഞ്ഞു വളരെ വലുത്. ജസ്റ്റ് മിസ് ഇപ്പൊ കടിച്ചാണ് നമ്മുടെ ടൂട്ടുവിനെ. കിട്ടുന്ന അത്ര കുഞ്ഞു പള്ളത്തിന് കിട്ടുമോ? എടാ നമ്മള് പുഴയിൽ പോകുമ്പോ കുഞ്ഞു കുഞ്ഞു മീനുകളെ കാണാറില്ലേ, അത് പള്ളത്തിയാ. കുഞ്ഞു പള്ളത്തി. ആ അതൊക്കെ നമ്മൾ പരലാണെന്ന് വിചാരിക്കുന്ന, ചിലത് പരലാ ചിലത് പള്ളത്തിയാ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പള്ളത്തിയാണെന്ന്, അന്ന് പോയപ്പോ ഞാൻ പറഞ്ഞല്ലേ. പള്ളത്തിയുടെ ഇംഗ്ലീഷ് പേരെന്താ? വാ നീ വേറെ ഒരു പേര് പറഞ്ഞില്ലേ? ഏ നീ വേറെ ഒരു പേര് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷെ മറന്നുപോയി പള്ളത്തിയുടെ. കൊല്ലാതെ എടുക്കാൻ പറ്റില്ലടാ. അത് നമുക്ക് കറി വെക്കാം. പറ്റില്ല പറ്റില്ല പറ്റില്ല. എന്നാൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ലാസ്റ്റ് എന്തായാലും കാണാം.